ഒരു സ്ട്രോങ് വുമൻ എന്ന് പലരും പലതവണ പറഞ്ഞിട്ടുണ്ടാകും അല്ലേ? പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഈ ഒരു പക്ഷെ അങ്ങനെ ആണോ എന്ന കാര്യത്തിൽ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില സംശയമൊക്കെ തോന്നാറുണ്ട്. ഉണ്ട്. എന്തുകൊണ്ടാണ് സംശയം തോന്നാറ്? ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളല്ലേ? സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയ ബലഹീനതകൾ എല്ലാം അറിയുന്ന ആൾ നമ്മളല്ലേ. നമ്മളെക്കാൾ കൂടുതൽ നമ്മളെ ആർക്കെങ്കിലും അറിയുമോ എനിക്കറിയില്ല. അപ്പോൾ നമുക്കല്ലേ അറിയുള്ളൂ നമ്മൾ എത്ര തവണ കരഞ്ഞിട്ടുണ്ടാവും, നമ്മൾ എത്ര തവണ തളർന്നിരുന്നു പോയിട്ടുണ്ടാവും, ഇതൊക്കെ നമുക്കല്ലേ അറിയൂ. അപ്പോൾ പുറമേക്ക് കാണുമ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നും. എല്ലാ ആളുകളുടെയും ലൈഫിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ആരും അങ്ങനെ സ്ട്രോങ് ആയിട്ട് ജനിക്കുന്നൊന്നും തോന്നുന്നില്ല. പിന്നെ സ്ട്രോങ് വുമൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു, ഓരോ ഇഷ്യൂസിൽ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു, അതൊക്കെ തന്നെയായിരിക്കും നമ്മൾ ആ ഒരു സ്ട്രോങ് എന്ന് പറയുന്നത് വെച്ച് ഡിഫൈൻ ചെയ്യുന്നത് അതാണ് എന്ന് തോന്നുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അറ്റ്ലീസ്റ്റ് ഒരു 10 പേരെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും സ്ട്രോങ് വുമൻ എന്ന്. അപ്പോൾ ഒട്ടും ഈസി അല്ല ഒരു സ്ട്രോങ് വുമൻ ആകുക എന്നുള്ളത്. അതിന് പുറകിൽ ഒരുപാട് ബാറ്റിൽസ് കടന്നു വന്നിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയായിരുന്നു ആ ബാറ്റിൽസ്? അല്ലെങ്കിൽ ലക്ഷ്മി പത്മ എന്ന സ്ട്രോങ് വുമൻ മീൻസ് എന്താണ്? ഞാൻ ഇപ്പോഴും എനിക്കതിനകത്ത് സംശയമുണ്ട്, എങ്കിൽ പോലും പറയാം. അങ്ങനെയെങ്കിലും കുറച്ചു പേർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് പറയാം. ഉറപ്പായിട്ടും നമ്മൾ കുട്ടിക്കാലം മുതൽ ഫേസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഞാൻ വളർന്നു വന്ന തികച്ചും ഒരു ഗ്രാമീണമായിട്ടുള്ളൊരു ചുറ്റുപാടിൽ നിന്നാണ്. അപ്പം തന്നെ അവിടെ നിന്ന് ആ ഒരു ലെയർ പൊട്ടിച്ച് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ അത് നമ്മളുടെ വസ്ത്രധാരണത്തിൽ തുടങ്ങി, നമ്മുടെ ചിന്താഗതിയിൽ തുടങ്ങി, നമ്മൾ അതിലെല്ലാം നമ്മൾ ഓരോ കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊള്ളാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പേഴ്സണലി ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ട്. അതായത് ചിലപ്പം നമുക്കൊരു 20 കൊല്ലം മുന്നേ ശരിയാണ് എന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളായിരിക്കില്ല ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നത്. അപ്പം നമ്മൾ ചുറ്റുപാടുന്ന് അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ നോക്കിയിട്ടുണ്ട്. അത്തരം പല തരത്തിലുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പല പല കാര്യങ്ങളും പലയിടത്തുനിന്നും വാച്ച് ചെയ്തിട്ടൊക്കെ തന്നെയാണ് നമ്മളിലേക്ക് അത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓക്കെയാണോ? ചിലപ്പോൾ നമുക്ക് 10-20 കൊല്ലം മുന്നേ നമ്മളൊരു ഭയങ്കര സ്ത്രീവിരുദ്ധമായ തമാശ കേട്ട് ആൺകുട്ടികളുടെ ഇടയിലിരുന്ന് ചിരിച്ചിട്ടുണ്ടാവും. അന്ന് അവർ പറയും, ഓക്കെ നീ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരാളായി, നീ ഭയങ്കര ഓക്കെയാണ്, നീ ഭയങ്കര നിന്നോട് ഞങ്ങൾക്കൊരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ഇടപെടാൻ പറ്റുന്നുണ്ട് എന്ന് പറയുമ്പോൾ അന്ന് നമുക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. ഓ ഞാനും ഈ ആൺകുട്ടികളെ പോലെ ഒരാളാണ് എന്ന് പറയുന്നതായിരിക്കും ആ സമയത്ത് എൻ്റെ നിലപാടോ ആ സമയത്ത് എൻ്റെ പൊളിറ്റിക്സോ അതായിരിക്കും. കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെന്തൊരു ഓഞ്ഞ കോമഡിക്കാണ് ഞാൻ ചിരിച്ചത്, അതെത്ര പൊളിറ്റിക്കലാണ്, അതെത്ര സ്ത്രീവിരുദ്ധമാണ് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അപ്പോൾ പിന്നെ അത് പറയുമ്പോൾ വലിയൊരു സംഭവമായിട്ട് ആ സമയത്ത് തോന്നുന്നുണ്ട്. ആണുങ്ങളുടെ കൂടെ കൂട്ടുകൂടുക, ആണുങ്ങളുടെ കൂടെ പുറത്തേക്ക് പോവുക, മദ്യപിക്കുക, ഇതൊക്കെ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിരുന്ന, അതാണ് ബോൾഡ്നെസ്സിന്റെ ഒരു എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ശക്തി ശരിക്കും തിരിച്ചറിയുന്നത് അപ്പോഴാണത് ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുക എന്നാണ് തോന്നുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് മല്ലന്മാരുടെ കൂടെ നടന്നതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആവുന്ന എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഈ പറയുന്ന നമ്മളുടെ ഈ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്തുക, അതിന് നമ്മൾ നിരന്തരം എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതല്ല, പക്ഷെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ആ കാര്യങ്ങൾ നമ്മളിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, പുതിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു അത്തരം നമ്മുടെ പൊളിറ്റിക്സിലാണെങ്കിലും നമ്മുടെ ചിന്തയിലാണെങ്കിലും ആ ഒരു റിഫൈൻമെന്റ് വരുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആവണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞപ്പോഴേ ഓർത്തത്, ഇപ്പോൾ ഈ ഒരു 3 പെൺപിള്ളേരുള്ള വീട്ടിലൊക്കെ ആണെങ്കിലേ അതിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ കാണുമല്ലോ. അപ്പൊ അവരെ പൊതുവെ പറയുന്ന ഇതാണ് വീട്ടിലെ ആൺകുട്ടി. കേട്ടില്ലേ? നമ്മള് ഒരു വീട്ടിലൊക്കെ ചിലപ്പോ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടുത്തെ ആൺകുട്ടി ഇതാ, പെൺപിള്ളേര് മാത്രമുള്ള വീട്ടിലാണെങ്കിൽ. പക്ഷെ തിരിച്ച് നമ്മൾ ഇതുവരെ പറയുന്ന കേട്ടിട്ടില്ല. തിരിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് അതൊരു ഇൻസൾട്ട് ആയിരിക്കും അല്ലേ? അങ്ങനത്തെ ഒരു കാര്യം തന്നെയല്ലേ നേരത്തെ പറഞ്ഞു പോയത്? അതെ. ഞാൻ പറഞ്ഞ ഈ എൻ്റെ ഒരു ഗ്രാമീണമായ ചുറ്റുപാടിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതിൽ നിന്ന് നമ്മള് പൊളിച്ച് പുറത്തു വരിക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു ടൗണിൽ വളർന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനേക്കാളും ഒരു ഇരട്ടി സ്ട്രഗിൾ നമുക്ക് അതിനാവശ്യമുണ്ട്, ഇരട്ടി എനർജി ആവശ്യമുണ്ട് അതിന്. പലപ്പോഴും പലരും വളരെ സ്ത്രീവിരുദ്ധമായ നിലപാടുകൾ എടുക്കുകയും പഴഞ്ചൻ സെറ്റപ്പിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പലപ്പോഴും കുറ്റപ്പെടുത്താൻ തോന്നാത്തതും അതുകൊണ്ടാണ്. അവർക്കതിനുള്ള അവസരം കിട്ടിക്കാണില്ല, ഒരിക്കലില്ല, കിട്ടാത്തവരായിരിക്കാം അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾ തന്നെ സ്ത്രീകൾക്കെതിരെ പറയുന്നു, അല്ലെങ്കിൽ അമ്മായി അമ്മയാണ് പ്രശ്നം, ഇങ്ങനെയൊക്കെ പറയുന്നത്.
അവരെ അങ്ങനെയുള്ള അമ്മായി അമ്മമാരൊക്കെ ഈ സിസ്റ്റം വളർത്തിയെടുത്തതാണല്ലേ. അതുകൊണ്ട് അങ്ങനെ തിരിഞ്ഞൊന്ന് കുറ്റം പറയാനും പറ്റില്ല എന്നുള്ളതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്ന ഒരാളെന്ന നിലയിൽ ആ സമയത്ത് ഇപ്പോഴും പെൺപിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും മൈൻഡിലുണ്ടല്ലോ, അച്ചടക്കം വേണം, ഭയങ്കര കാമായിരിക്കണം, ഭയങ്കര പ്ലീസിങ് ആയിരിക്കണം, അങ്ങനെ ഈവൻ ഇരിക്കുമ്പോൾ പോലും ഒതുക്കം വേണം, നടത്തത്തിൽ ഒതുക്കം വേണം, ചിരിച്ച ശബ്ദം പുറത്തു വരരുത്, കാലിന്റെ മുകളിൽ കാല് കയറ്റി വെക്കരുത്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അഹങ്കാരി ആയല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ബോക്സിൽ എപ്പോഴെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഒരു റെബല്യസ് ആയിട്ടുള്ള വളരെ റെബൽ നേച്ചറുള്ള ഒരാളാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ. ചട്ടമ്പിയായിരുന്നു. എനിക്ക് എന്തുകൊണ്ടോ എപ്പോഴും എൻ്റെ ഒരു ഫൈറ്റ് എപ്പോഴും ആൺപിള്ളേരുടെ അടുത്തായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് ഒരിക്കലും പെൺകുട്ടികളോടല്ലായിരുന്നു എനിക്ക് ഫൈറ്റ്. എനിക്ക് എപ്പോഴും സ്റ്റിൽ എനിക്കത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഞാൻ എപ്പോഴും കോമ്പീറ്റ് ചെയ്യാൻ നോക്കുന്നത് എന്തുകൊണ്ടോ ആണുങ്ങളോടാണ്. അതെന്തുകൊണ്ടാ എനിക്കറിയില്ല. എൻ്റെ ഒരു അല്ല, വൈബ് മാച്ച് ആവുന്നില്ല. എനിക്ക് കോമ്പീറ്റൻസ് തോന്നിയിട്ടുള്ള ആണുങ്ങളോടാണ്. സ്ത്രീകളോട് എപ്പോഴും സ്ത്രീകൾ ഓക്കെ നമ്മൾ ഒരുമിച്ച് വളരേണ്ടവരാണ്, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആൾ ചെയ്തത് ഓക്കെ, ചിലപ്പോൾ അസൂയൊക്കെ തോന്നും, അല്ലെങ്കിൽ ശരിക്കും ഞാൻ ചിലപ്പോൾ അവരെ പ്രതി അഭിമാനം തോന്നും, അസൂയ തോന്നും, എല്ലാം ചെയ്യുമെങ്കിലും ആ ഒരു വല്ലാത്ത കോമ്പീറ്റൻസ് വരുന്നത് എനിക്കെപ്പോഴും ആണുങ്ങളോടാണ്. അതെനിക്ക് എന്തുകൊണ്ടാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ വീട്ടിൽ അമ്മ എന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മ ഒരു കാര്യത്തിനും എന്നോട് വന്ന് ഫൈറ്റിന് വരില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ തുടക്കം മുതൽ എന്നോട് പല കാര്യങ്ങളിലും ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛനാണ്. ചിലപ്പോൾ ആ ഫൈറ്റ് ആയിരിക്കാം എനിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ഫൈൻഡിങ് ഞാൻ കുറേ കാലം ഇരുന്ന് ആലോചിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടായിരിക്കും. എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അമ്മ ഒരിക്കലും എന്നോട് ഒരു കാര്യത്തിനും വഴക്കിടാൻ വരാറില്ല. വഴക്കിടാൻ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്കുണ്ടാവും, അതല്ലാതെ അടിസ്ഥാനപരമായി ഫൈറ്റ് വീട്ടിൽ അച്ഛനും ഞാനും തമ്മിലായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞത് മേ ബി ആളുകൾ തെറ്റിദ്ധരിക്കും, ഇതൊരു വെറുപ്പാണോ, അല്ലല്ല, പുരുഷന്മാരോട് വിരോധമാണോ? അല്ലല്ല. ജോലി സ്ഥലത്താണെങ്കിലും നമുക്ക് ഒരു എന്തിന്റെങ്കിലും പേരിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പലപ്പോഴും പുരുഷന്മാരോട് ആണ്. അതെ, ആ ഒരു ബോക്സിന്ന് നമ്മൾ നേരത്തെ ആ ബോക്സ് എന്ന് വെച്ചാൽ ഞാൻ ആ ബോക്സിൽ പെട്ടിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര ബഹളം വെച്ച് നടന്ന, ഭയങ്കര സ്കൂളിലെല്ലാ പരിപാടിക്കൊക്കെ പങ്കെടുക്കുന്ന, എല്ലാ സ്പോർട്സ് ഐറ്റംസിലൊക്കെ പങ്കെടുക്കുന്ന, അങ്ങനെ ഭയങ്കര ബഹളം വെച്ച് നടന്ന ഒരാളാണ്. പക്ഷേ കോളേജിൽ എത്തിയപ്പോൾ മുതൽ നമുക്ക് എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന ഒരു ഫീഡിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര അച്ചടക്കമായിരിക്കണം, നിങ്ങൾ ആൺകുട്ടികളുടെ മുഖത്ത് അങ്ങനെ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ പോയി ഒരു പ്രേമിച്ച് നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഒക്കെ തന്നെ നമ്മളങ്ങ് പൊതുവേ നമ്മളെ ഒരു ഷെല്ലിനകത്താക്കി വെച്ചിട്ട് കോളേജിൽ പഠിക്കുന്ന പലർക്കും ഇപ്പോൾ എന്നെ കാണുമ്പോൾ ഓ അന്നത്തെ ആ പാവം കുട്ടിയാണോ എന്നൊക്കെ പറയും. ഒറ്റപ്പാലം NSSന്റെ സൈഡിൽ കൂടി നടന്നു പോയ ആ പാവം പെൺകുട്ടിയാണെന്ന് നമുക്ക് തോന്നണില്ല എന്നൊക്കെ പറയും. ഈ ലക്ഷ്മി രണ്ടാണെന്ന് അവര് പറയുന്നത്. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ലക്ഷ്മി ഉണ്ടായിരുന്നു, ഒരു തീ. പക്ഷെ ആ സമയം എനിക്ക് ആരാവണം എന്നറിയില്ല. ഇപ്പൊ എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത് അന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കായിരുന്നു നിനക്ക് ആരാവണം. അപ്പം ഞാൻ പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് അങ്ങനെ ആരും ആവണ്ട, എനിക്ക് ചിലപ്പം ഹൗസ് വൈഫ് ആയിരുന്നാ മതി എന്നൊക്കെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പോ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ഇങ്ങനെ ആഗ്രഹം വരുന്നതും ഒക്കെ. സത്യത്തിൽ പ്രസ് ക്ലബ്ബിൽ പഠിക്കാൻ പോകുന്നത് വരെ ഞാൻ ജേർണലിസ്റ്റ് ആവണമെന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല, വിചാരിച്ചിട്ടില്ല.